നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകടത്താത്ത ഏതെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാകുമോ? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ? അതുണ്ടാകില്ല. ഇപ്പോഴിതാ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളിലും സർക്കാർ തല ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വകുപ്പ് മേധാവി തയ്യാറാക്കി നൽകിയ 13 IFS ഉദ്യോഗസ്ഥരുടെ പട്ടിക തിരിച്ചയച്ചത്. CPMന്റെ രാഷ്ട്രീയ താൽപര്യമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. സാധാരണ നിലയിൽ വനം മന്ത്രിയോടാണ് വീണ്ടും ശുപാർശ സമർപ്പിക്കാൻ ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ ഫയൽ അങ്ങോട്ട് അയച്ചിട്ട് പോലുമില്ല. അതായത് വനം മന്ത്രി വെറും നോക്കുകുത്തിയാണെന്ന ആരോപണം ശക്തമാകുകയാണ് ഇതോടെ. നേരത്തെ വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്തെഴുതി വനം മന്ത്രി AK ശശീന്ദ്രന്റെ നടപടി വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തിരുന്നു. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയോ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നില്ല എന്നാണ് കത്തിൽ പറയുന്നത്. ഗംഗാ സിംഗിന്റെ വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു മന്ത്രി. എന്നാൽ മുഖ്യനത് അംഗീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് പുതിയ വിവാദം എത്തിയത്. CPM താൽപര്യത്തിന് പുതിയ സ്ഥലം മാറ്റ പട്ടിക തയ്യാറാകുമെന്നും സൂചനയുണ്ട്. സിവിൽ സപ്ലൈസ് ബോർഡ് അതായത് CSB ചേർന്ന് വീണ്ടും സ്ഥലം മാറ്റ പട്ടിക തയ്യാറാക്കി സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് സൂചന. തിരുവനന്തപുരം, തെന്മല, പുനലൂർ, പാലക്കാട്, പെരിയാർ, സെൻട്രൽ സർക്കിൾ തല മാറ്റങ്ങളാണ് വിവാദമാകുന്നത്. വനം മേധാവി തയ്യാറാക്കി നൽകിയ 9 പേരുടെ പട്ടികയിൽ പരാതിയുമുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സൗകര്യങ്ങൾ മാനിക്കുകയോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയോ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മുൻ വനം മേധാവി അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്ന ചില മാറ്റങ്ങൾ വീണ്ടും പട്ടികയിൽ പെട്ടതും വിവാദമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാറ്റിയ ഉദ്യോഗസ്ഥരെയും 3 വർഷത്തിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തവരെയും തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഒരാളെയും പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ പേരുകൾ CSB അംഗീകരിച്ചതല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പെരിയാർ ഫീൽഡ് ഡയറക്ടർ തസ്തികയിലും പാലക്കാട് CCF തസ്തികയിലും CPMന് താൽപര്യമുണ്ടത്രേ. ഇതാണ് ഫയൽ മടക്കലിന് കാരണമായതെന്നും ആരോപണമുണ്ട്. ഇടമലയാർ ആനവേട്ട കേസ് അന്വേഷണത്തിൽ സജീവമായിരുന്ന ഉദ്യോഗസ്ഥയെ പെരിയാർ ഫീൽഡ് ഡയറക്ടറാക്കാനുള്ള വനം മേധാവിയുടെ ശുപാർശയാണ് എതിർപ്പിന് കാരണമെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് CCF സ്ഥാനത്ത് നിലവിലുള്ളയാളെ മാറ്റുന്നതിനെയും CPM അംഗീകരിക്കുന്നില്ല. വനം വകുപ്പ് മേധാവിയെ മാറ്റണമെന്ന ആവശ്യം മന്ത്രി ശശീന്ദ്രൻ വീണ്ടും ചർച്ചയാക്കാനും സാധ്യതയുണ്ട്. വകുപ്പ് മേധാവിയെ മാറ്റിയാൽ പകരം നിയമിക്കാൻ ആളില്ലാത്തതിനാൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സർക്കാർ. PCCF ആയിരുന്ന അമിത് മാലിക്കിന്റെ കാലാവധി നീട്ടി വകുപ്പ് മേധാവിയാക്കണമെന്നായിരുന്നു വനം മന്ത്രിയുടെ ശുപാർശ. കാലാവധി നീട്ടി നൽകുന്നതിനോട് മുഖ്യമന്ത്രി താൽപര്യം കാണിച്ചില്ല. അദ്ദേഹം കഴിഞ്ഞ മാസം വിരമിക്കുകയും ചെയ്തു. ഗംഗാ സിംഗിനെ മാറ്റിയാൽ അതേ റാങ്കിൽ നിയമിക്കാൻ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് സർക്കാരിനെ കുഴയ്ക്കുന്നതും. APCC റാങ്കിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ 1 വർഷമെങ്കിലും കഴിയണം. നന്ദി.